ശബരിമലയിലെ ആടിയനെയ്യ് അഴിമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാനല്ല, പണം തിരിമറി നടത്താനാണ് താൽപര്യമെന്ന് ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. കണക്ക് സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ശബരിമലയിലെ ആടിയനെയ്യ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ആ ഉത്തരവിലാണ് ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ അതിരൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചത്. ചില ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാനല്ല, പണം തിരിമറി നടത്താനാണ് താൽപര്യം. വ്യക്തിപരമായ നേട്ടം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭക്തരെ സേവിക്കലല്ല, ഹൈക്കോടതി വിമർശിച്ചു. കണക്ക് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും ബോർഡിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി. സമഗ്രവും കൃത്യവും കാണിക്കാത്തതുമായ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ദേവസ്വം ബോർഡ് കണക്ക് സൂക്ഷിക്കാൻ ഒരുക്കണം. ഇക്കാര്യം കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അടിയന്തരമായ ഇടപെടൽ വേണമെന്നും മുന്നറിയിപ്പ്. സംഭവത്തിൽ ചുമതലയിലായിരുന്ന ഉദ്യോഗസ്ഥർ സുനിൽകുമാർ പോറ്റിയെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തതായി കോടതിക്ക് അറിയിപ്പ് നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ നെയ്യ് വിൽപ്പനയിൽ പണം ബോർഡിന്റെ അക്കൗണ്ടിൽ എത്താതിരുന്നതിനാൽ സുനിൽകുമാറിന് വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ കൂടുതൽ പേരെ സംബന്ധിച്ച നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈക്കോടതി ശബരിമലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ക്രമക്കേടുകൾ ഗൗരവമായി കാണുന്നത് വ്യക്തമാക്കിയിരുന്നു.